ഹായ് കൂട്ടുകാരി, ഞാൻ സോണിയ മുബാറക്. അപ്പോൾ നമുക്കിനി കുഴക്കുകയും വേണ്ട, പരത്തുകയും വേണ്ട, എണ്ണയിലിട്ട് പൊരിക്കുകയും വേണ്ട, അങ്ങനത്തെ ഒരു നല്ലൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് സോയാ സോസും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൈ കൊണ്ടിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഈ 3 ഐറ്റമാണ് നമുക്കിനി വേണ്ടത്. ഞങ്ങൾ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് വെളുത്തുള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് സവാളയാണ്. അപ്പോൾ സവാള അരിയുമ്പോഴും ചെറുതായിട്ടൊന്ന് അരിയണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ ചിക്കനിൽ ഇട്ടേക്കുന്നത് സോയാ സോസും കുരുമുളക് പൊടി ഉപ്പിട്ട് വേവിച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടി മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ സെയിം ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം. പാൽ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ട് ഇനി ഇതിലേക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇനി എടുത്തേക്കുന്നത് സമൂസ ലീഫാണ്. അപ്പോൾ ആദ്യം ഒന്ന് നീളത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്ലസ് പോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മൈദ മിക്സ് കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആദ്യം വെച്ച ലീഫ് ഒരു ഭാഗത്തേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ മൈദൻ്റെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗം ഓപ്പോസിറ്റ് സൈഡുള്ള ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മൈദ ഇതേപോലെ തേച്ച് കൊടുക്കാം. ഇതുപോലെ വീണ്ടും മടക്കാം. പിന്നെ ബാക്കിയുള്ള ഭാഗം കൂടി ഇതുപോലെ മൈദ തേച്ച് കൊടുത്തിട്ട് മടക്കിയതിന് ശേഷം ഇതൊരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് വേണ്ടത്. ഇനി പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബോക്സ് എല്ലാം നിരത്തി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടാണ്ട് സിമ്മിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് തോന്നിയാൽ നമ്മൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം അതുപോലെ മറിച്ചും തിരിച്ചിട്ടിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ്. അപ്പോൾ ഇനി സമൂസ ലീഫ് ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.